ഇത് 1865 കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് നിർമ്മിച്ച തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തുറ നഗരഹൃദയത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ്. ഹിൽ പാലസിൻ്റെ പടവുകൾ കയറി പോകുമ്പോൾ ഇരുവശങ്ങളിലും മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. സ്തൂപാഗ്ര മരങ്ങൾ പോലെ തന്നെ പൂച്ചെടികളും ഈ ഗാർഡനിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ സ്റ്റെപ്പുകൾ കയറാതെ തന്നെ കാറിൽ ഡ്രൈവ് ചെയ്ത് ഹിൽ പാലസിൻ്റെ മുമ്പിലേക്ക് പോകാം. അതിനുവേണ്ടിയാണ് ഈ കാണുന്ന ടാർ റോഡുള്ളത്. ഈ ടാർ റോഡിൽ കൂടെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ചെന്നിറങ്ങാൻ സാധിക്കും. ഇതാണ് ഹിൽ പാലസിൻ്റെ മുൻവശം. നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈഡിൽ ക്ലോക്ക് റൂമുണ്ട്. അവിടെ നമ്മളുടെ പാദരക്ഷകൾ സൂക്ഷിക്കേണ്ടതാണ്. ഫുട് വെയേഴ്സ് ധരിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. നിങ്ങൾ ക്യാമറയ്ക്കുള്ള പാസുകൾ എടുക്കേണ്ടതാണ്. ഇതാണ് എൻട്രൻസുള്ള സ്റ്റെയർ കേസ്. ഇത് ഹിൽ പാലസിലെ ദർബാർ ഹാളാണ്. ഇത് മണിച്ചിത്രത്താഴ് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ദർബാർ ഹാള് രാജാവിൻ്റെ സിംഹാസനം സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. പക്ഷേ മന്ത്രിമാരും ബാക്കിയുള്ള ആൾക്കാരുടെ ഇരിപ്പിടം സാധാ രീതിയിലുള്ള ഇരിപ്പിടമാണ്. ഇത് ഇമ്പോർട്ടഡ് ഇറ്റാലിയൻ മാർബിൾസ് ആണ്. ഇത്രയും വർഷമായിട്ടും അതിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത നിൽക്കുന്ന ഇറ്റാലിയൻ മാർബിൾസ്. ഈ ഗജരാജ ശില്പം ശ്രദ്ധിക്കുക. ഈ ഗജരാജ ശില്പത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആനക്കൊമ്പ് ഒറിജിനൽ ആനക്കൊമ്പാണ്. ഈ മ്യൂസിയം 1980 കൊച്ചി രാജകുടുംബാംഗം സർക്കാരിന് കൈമാറുകയുണ്ടായി. അതിനുശേഷം 1986 ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. ഇവിടെ ഏകദേശം 11 ഗാലറികളുണ്ട്. ഇവിടെ തിങ്കളാഴ്ച പ്രവേശനമില്ല. ഞായറാഴ്ചകളിലൊഴികെ തിരക്ക് കുറവാണ്. ഈ സ്റ്റെയർ കേസ് ശ്രദ്ധിക്കുക. വുഡ് പാനലിംഗ് നടത്തിയ സ്റ്റെയർ കേസാണിത്. വുഡൻ സ്റ്റെയർ കേസ് വീട്ടിൽ നിർമ്മിക്കാൻ പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മോഡൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കൊത്തുപണി ചെയ്തെടുക്കുക വളരെയധികം ബുദ്ധിമുട്ടാണ്. വുഡൻ സ്റ്റെയർ കേസ് ഈ പാലസിന് മനോഹരമായ ഒരു സൗന്ദര്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ ജനൽപാളികൾ ശ്രദ്ധിക്കുക. രാജകുടുംബാംഗങ്ങളുടെ മിക്ക ഭവനങ്ങളുടെയും ജനൽപാളി ഈ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ കാണുന്നത് വിക്ടോറിയൻ ടൈൽ ആണ്. ഈ ടൈലുകൾക്ക് ആത്തൻകുടി ടൈലുമായിട്ട് സാമ്യം തോന്നാമെങ്കിലും ഇത് ഒറിജിനൽ ഇറ്റാലിയൻ മാർബിൾസ് ആണ്. ഇമ്പോർട്ട് ചെയ്ത ടൈൽസ് ആണ്. സൈഡിൽ കാണുന്നത് വിക്ടോറിയൻ ടൈൽസുമാണ്. ഈ ജനാലയുടെ സൗന്ദര്യം ശ്രദ്ധിക്കുക. ഈ ഒരു പാറ്റേണിലുള്ള ജനാലകൾ തൃപ്പൂണിത്തുറയിലെ മിക്ക ഭവനങ്ങളിലും കാണാം. മണിച്ചിത്രത്താഴ് സിനിമയിൽ KPC ലളിതയും ഇന്നസെൻറ്റും തമ്മിലുള്ള കോറിഡോർ രംഗം ചിത്രീകരിച്ച കോറിഡോറാണ് ഇത്. രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന ദർബാർ ഹാൾ. മണിച്ചിത്രത്താഴിൻ്റെ ഷൂട്ടിങ് പ്രധാനമായിട്ട് നടന്നത് ഈ കോറിഡോറിലും അതുപോലെ തന്നെ സ്റ്റെയർ കേസിലുമൊക്കെ ആയിട്ടാണ്. അതുപോലെ ഇവിടുത്തെ കുളവും യൂസ് ചെയ്തിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് കൂടാതെ ചിത്രീകരിച്ച സിനിമകൾ മൂന്നാം മുറ, മോഹൻലാലിൻ്റെ തന്നെ സിനിമയായിരുന്നു. 1988 മൂന്നാം മുറ ഇവിടെ വെച്ച് ചിത്രീകരിച്ചത്. 2000 ഡ്രീംസ്, അതുപോലെ തന്നെ ചോട്ടാ മുംബൈ എന്നീ സിനിമകളും ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് ഹിൽ പാലസിൻ്റെ മച്ചാണ് ഈ കാണുന്നത്.
തടിയിൽ തീർത്ത മച്ചാണ് നമുക്ക് മിക്കയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള തടി ഇതുകൊണ്ട് ഇത്രയും 200 വർഷങ്ങൾ, ഏകദേശം 1865-ലാണിത് പണി കഴിപ്പിച്ചത്. ഇപ്പോൾ ഏകദേശം 150 വർഷങ്ങൾക്ക് മുകളിലായി. എന്നിട്ടും ഈ തടികൾക്കൊന്നും യാതൊരു കേടുപാടുമില്ല. നമുക്ക് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഈ ഹിൽ പാലസ് മൊത്തം ചുറ്റിയിടന്ന് കാണാൻ സാധിക്കും. ഇവിടെയും മച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത് തടികളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 11 ഗാലറികൾ അടങ്ങിയതാണ് ഈ ഹിൽ പാലസിൽ. ഇത് വുഡൻ ഫ്ലോറിംഗ് ആണ്. ഈ ടൈലുകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആത്തൻകുടി ടൈലുമായിട്ട് സാമ്യം തോന്നാം. ഇത് താഴേക്ക് ഇറങ്ങുന്ന മറ്റൊരു സ്റ്റെയർ കേസാണ്. കൊത്തുപണി ചെയ്ത കൈവരികളാണ് ഈ സ്റ്റെയർ കേസിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വുഡൻ സ്റ്റെയർ കേസ് ചെയ്യുക എന്നുള്ളത് ശ്രമകരമായ ഒരു പണിയാണ്. കാണുന്നത് കറങ്ങുന്ന കസേരയാണ്. അതുപോലെ ആ ബുക്ക് കാണുന്നത് ആട്ടിൻ തോലിലെഴുതിയ തോറയാണ്. ഈ ആട്ടിൻ തോലിലെഴുതിയ തോറ കേരളത്തിൽ തന്നെ അപൂർവമാണ്. ഇത് അന്ന് കാലത്തെ റിവോൾവിംഗ് ചെയറാണ്. ഇത് ദിവാൻ കോട്ടാണ്. മുകളിൽ കാണുന്നത് ആനക്കൊമ്പാണ്. ഈ ഹിൽ പാലസ് ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. ഇതാണ് കറങ്ങുന്ന കസേര. ആ ചില്ലുകൂട്ടിലിരിക്കുന്നത് ആട്ടിൻ തോലിലെഴുതിയ തോറയാണ്. ഇതാണ് ആട്ടിൻ തോലിലെഴുതിയ തോറ. ഇത് അന്ന് കാലത്ത് പല്ലക്ക് കൂടാതെ രഥങ്ങൾ കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നു. ക്ഷേത്രങ്ങളിലും മറ്റും പോകാൻ, പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും മറ്റും പോകാൻ വേണ്ടി അന്ന് കൊച്ചി രാജാക്കന്മാർ രഥങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇവിടെ രാജകീയ രഥങ്ങളും പല്ലക്കും പെരുമ്പറിയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രണ്ട് ഗാലറിയിലായിട്ട് ആണ് ഈ രാജകീയ രഥങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് കാണുന്നത് പല്ലക്കാണ്, അതുപോലെ തന്നെ പെരുമ്പറി. അന്നും രാജാവിനെ ക്ഷേത്ര ദർശനത്തിനും മറ്റും പല്ലക്കിൽ ചുമന്നുകൊണ്ട് പോകാറുണ്ടായിരുന്നു. ഇത് മൊത്തമായി ചുറ്റി കാണാൻ ഏകദേശം 2.5 മണിക്കൂറോളം സമയമെടുക്കും. ഇത് രാജകീയ രഥമാണ്. ഇത്രയും കാലമായിട്ടും ഈ രാജകീയ രഥങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണ് സംരക്ഷിച്ചിട്ടുള്ളത്. വളരെ വലിയ കേടുപാടുകളൊന്നും ഈ രഥങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ഇത് അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ്. ഇത് മറ്റൊരു ഇടനാഴിയാണ്. ആ ഇടനാഴിയിലും മച്ച് തടിയിലാണ് തീർത്തിരിക്കുന്നത്. ഇവിടെ ഒരു ആർട്ട് ഗാലറിയിൽ ആഭരണങ്ങൾ, രാജകീയ ആഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്.
അതിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ യാതൊരു അനുവാദവും ഇല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. ഇത് ഹിൽ പാലസിൻ്റെ ബാക്ക് വശമാണ്. ആ ജനാലകളുടെ മനോഹാരിത നമുക്കിവിടെ കാണാം. ചുറ്റുപാടും ഗ്രാസ് വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയെടുത്തിരിക്കുന്നതാണ് ഈ പുറകുവശം. ഇവിടെ നിന്ന് നമുക്ക് കുളത്തിലേക്ക് പോകാൻ കഴിയും. ഇതാണ് ഹിൽ പാലസിലെ കുളം. പടവുകൾ ഇറങ്ങി വേണം നമ്മൾ കുളത്തിലേക്ക് പോകാൻ. മണിച്ചിത്രത്താഴിലെ പല സീനുകളും, കുളത്തിൽ നിന്നുള്ള സീനുകളും കാണുന്നത് ഈ കുളമാണ്. മഴ സമയമായതിനാൽ കുളം ഇപ്പോൾ വെള്ളം നിറഞ്ഞ് പായൽ പിടിച്ച് കിടക്കുകയാണ്. ഈ കുളത്തിലേക്ക് പ്രവേശനം ഇല്ല, അത് ഗ്രില്ലിട്ട് പൂട്ടി വച്ചിരിക്കുകയാണ്. ഒരുപാട് പടവുകൾ ഇറങ്ങി വേണം കുളത്തിലേക്ക് ചെല്ലാൻ. ഇത്രയും പടവുകൾ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. കഴുക്കോലും ഓടുമെല്ലാം വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദ്രവിച്ചവയൊന്നുമില്ല. നമ്മളിപ്പോൾ കുളത്തിനരികിൽ എത്തി. വെള്ളം കൂടുതലായതിനാൽ സന്ദർശകർക്ക് അകത്തേക്ക് പ്രവേശനമില്ല. കുളം ഇപ്പോൾ പായൽ പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് കുളം. ഇവിടെ വെച്ചാണ് മോഹൻലാലും സുധീഷും ഒക്കെ ആയിട്ടുള്ള രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പായൽ നിറഞ്ഞ അവസ്ഥയിലാണ് ഈ കുളം കിടക്കുന്നത്. ഇത് കുളത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. മുകളിൽ മരങ്ങളുള്ളതിനാൽ ഇലകൾ വീണ് കുറേ ഭാഗത്തൊക്കെ അഴുകിയ ഇലകൾ കിടപ്പുണ്ട്. ചുറ്റും കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഹിൽ പാലസിനോട് ചേർന്ന് ഒരു മാൻ പാർക്കുണ്ട്. ഇത് ബാക്ക് സൈഡാണ്. ഇതാണ് ഹിൽ പാലസിലുള്ള മാൻ പാർക്ക്. ഇവിടെ ഇടയ്ക്ക് മാനുകൾ ചത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഏരിയയിൽ മാനുകൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. നമുക്ക് ഒരുപാട് കൃഷ്ണമൃഗങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും. അവർ യാതൊരു ഭീതിയുമില്ലാതെ സന്ദർശകരുടെ അടുത്തേക്കും വരുന്നുണ്ട്. പലപ്പോഴും നാച്ചുറലായിട്ടുള്ള ഹാബിറ്റാറ്റുമായിട്ട് ഇണങ്ങി ജീവിക്കാനുള്ള കഴിവുള്ളൊരു മൃഗമായ കൃഷ്ണമൃഗം ഇത്തരം അറ്റ്മോസ്ഫിയറിൽ വളരുമ്പോൾ സ്വാഭാവികമായും അതിന് അസുഖങ്ങൾ വരാനും മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇത് വളരെ നന്നായിട്ടാണ് ഈ മാൻ പാർക്ക് പരിപാലിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ തൃപ്പൂണിത്തുറ എത്തിക്കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ കൊണ്ട് ഈ ഹിൽ പാലസ് നമുക്ക് നടന്ന് കാണാം.